ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. കർത്താവിനെ വിളിച്ചു. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം. പുള്ളിപ്പുലി പോലെ സദൃശ്യം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന് തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യം ആർ. ഹല്ലേലൂയ. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്നവായി അതിന് ലഭിച്ചു. ഹല്ലേലൂയ. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ. ഹല്ലേലൂയ. ദൈവദൂഷണത്തിനായി വായ് തുറന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവദൂഷണത്തിനായി അത് വായ് തുറന്നു. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സകല ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ജാതികളിലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്ടിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അതിന് നമസ്കരിപ്പാൻ അതിന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ആമേൻ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് കുഞ്ഞാട്ടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, സർപ്പം എന്ന പോലെ സംസാരിച്ചു. ജീസസ്. അത് 1ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ ആമേൻ, സ്തോത്രം, വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1ാം മൃഗത്തെ നമസ്കരിക്കേണ്ടതിന്. ഹല്ലേലൂയ, സ്തോത്രം. അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്നും ഹല്ലേലൂയ ഭൂമിയിലേക്ക് തീ ഇറങ്ങുന്നത് പോലെ തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുവാനും അതിന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, സ്തോത്രം. മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഉപവാസികളെ തെറ്റിക്കുവാനും വാളാൽ മുറിയേൽപ്പിക്കുവാനും അധികാരം ലഭിച്ചു. ഹല്ലേലൂയ. അടയാളങ്ങളെ കൊണ്ടും ഉപവാസികളെ തെറ്റിക്കുവാനും വാളാൽ മുറിവേറ്റും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാനും ഉപവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഹല്ലേലൂയ. മൃഗത്തിൻ്റെ സംഖ്യ. ഹല്ലേലൂയ, ആമേൻ. ഒരു മൃഗത്തിൻ്റെ സംഖ്യ. ആമേൻ. മൃഗത്തെ നമസ്കരിക്കാത്ത ഏവരെയും കത്തുന്ന ആമേൻ, സ്തോത്രം, അവർ ആമേൻ ദണ്ഡിപ്പിക്കുകയും ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, മൃഗത്തിൻ്റെ ഒരു മുദ്ര ഹല്ലേലൂയ അവർ കൊണ്ടുവരികയും. ഹല്ലേലൂയ. ഇന്ന് ഗവൺമെൻറ് തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ആധാരമില്ലാത്തവർക്ക് ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ആമേൻ, ആധാറില്ലാത്ത ഏവനും ആമേൻ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞു പോലും ആധാറില്ലാതെ ഈ ലോകത്ത് അറിയപ്പെടുന്നില്ല. ഹല്ലേലൂയ. ആധാറുണ്ടെങ്കിൽ മാത്രമേ അത് അറിയപ്പെടുകയുള്ളൂ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആമേൻ ഒരു മൃഗത്തിൻ്റെ സംഖ്യ. ഹല്ലേലൂയ. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വാതന്ത്ര്യന്മാരും ഹല്ലേലൂയ, സ്വാതന്ത്ര്യന്മാരും ആമേൻ, സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വാതന്ത്ര്യന്മാരും ദാസന്മാരും എല്ലാവർക്കും ബലം
വലത് കൈയിലോ നെറ്റിയിലോ ഹാലലിയ മുദ്ര പതിക്കുമാറ് ആമേൻ മുദ്ര ഇടുമാറ് അവർക്ക് ഹാലലിയ ഒരു ആമേൻ സ്തോത്രം ഹാലലിയ സംഖ്യ ആമേൻ സ്തോത്രം ആമേൻ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ അതിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവരല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ വണ്ണമാകുന്നു അവർക്ക് ഹാലലിയ ആമേൻ ഹാലലിയ 2019 20 21 ആമേൻ 3-4 വർഷം ഹാലലിയ മഹാമാരി കടന്നു വന്നു ഹാലലിയ ലോകത്ത് സർവ്വരും ആമേൻ നഷ്ടപ്പെടുവാനിടയായി ഈ മഹാമാരി പ്രിയമുള്ളവരെ ദൈവമക്കളെ ഹാലലിയ ഈ മഹാമാരി വരുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഹാലലിയ ആമേൻ ഞാനിങ്ങനെ ഒരു ദർശനം കാണുവാനിടയായി ഹാലലിയ സ്തോത്രം ഞാനിങ്ങനെ ആമേൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹാലലിയ സ്തോത്രം ആമേൻ ആമേൻ ഒന്ന് കിടന്നപ്പോൾ തന്നെ ഞാൻ ആമേൻ കണ്ണടച്ചപ്പോൾ തന്നെ കാണുവാനിടയായി ആമേൻ ആമേൻ ഈ ലോകത്തിലെ സർവ്വ ആമേൻ റോഡൊക്കെയും ആമേൻ രാജ്യമുള്ളവയുള്ള സകല റോഡുകളും ആമേൻ ശൂന്യമായും ബസ്സൊന്നുമില്ലാതെ ഹാലലിയ പട്ടികൾ നടക്കുന്നതായി ഹാലലിയ പട്ടിയല്ലാതെ വേറെ ഒന്നും അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ജനത്തെയൊക്കെയും അടിച്ചു ഭവനങ്ങളിൽ ആമേൻ ഓരോ വീടുകളിൽ പോലീസ് അടിച്ച് കയറ്റുന്നതായി ഇങ്ങനെ ഒരു ദർശനം കാണുവാൻ അടിയാൻ ഇടയായി ഹാലലിയ അതെന്തായിരിക്കും എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഹാലലിയ സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാളെ ഞാൻ ഹാലലിയ സ്തോത്രം അത് ആമേൻ ഒരു മാർച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഹാലലിയ മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോൾ ഹാലലിയ അത് ചൈനയിൽ ആമേൻ ഇങ്ങനെ ഒരു ആമേൻ സ്തോത്രം ഒരു രോഗ അണുബാധ ആമേൻ സ്തോത്രം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു ആമേൻ എന്നൊക്കെയും അറിയുവാനിടയായി ഹാലലിയ അത് ഈ അവിടെ നിന്ന് 3 വേറെ ഇന്ത്യയിൽ കടന്നു വന്നു അങ്ങനെ ഹാലലിയ അത് ലോകം വ്യാപരിച്ചു ഹാലലിയ സ്തോത്രം അത് ആമേൻ സ്തോത്രം ഒരു ഭവനത്തിൽ ഒരാൾക്ക് തന്നെ ആ രോഗം വന്നാൽ അവരെ കൊണ്ട് ഉപേക്ഷിക്കുന്നതായി ആമേൻ കുടുംബത്തിലുള്ള മാതാവായാലും പിതാവായാലും സഹോദരന്മാരായാലും അവരെ കൊണ്ട് ഉപേക്ഷിക്കുന്നതായി കാണുവാനിടയായി ഹാലലിയ മറ്റുള്ളവർ സാനിറ്റേഷനും ആമേൻ സോപ്പ് സൊല്യൂഷനും അല്ലാതെ മാസ്കും ഒന്നും ധരിക്കാതെ അവർ പുറത്തിറങ്ങുവാനോ ഹാലലിയ ആമേൻ പുറത്തിറങ്ങാത്ത വിധം ആയിരുന്നു ഹാലലിയ ഈ കഴിഞ്ഞ വർഷകാലങ്ങളിൽ നാം ആമേൻ നേരിടുവാൻ കഴിഞ്ഞത്. ഹാലലിയ ഒരു മനുഷ്യന് 12 അടി താഴ്ചയിലാണ് ആമേൻ 6 അടി താഴ്ചയിലാണ് അടക്കം ചെയ്യുന്നത്. എന്നാൽ അത് ഈ അണുബാധ ബാധിച്ചത് കൊണ്ട് 12 അടിയോളം താഴ്ചയിൽ ജനത്തെ ഹാലലിയ അടക്കുന്നതോ അവർ ആമേൻ അടക്കുന്നവർ ഹാലലിയ അവരുടെ ശരീരം ഫുള്ളാവെ ആമേൻ സ്തോത്രം ഹാലലിയ ഹിറ്റ് ഉപയോഗിച്ച് ആയിരുന്നു ഹാലലിയ അവർ ആമേൻ മനുഷ്യരെ തൊട്ട് അവരെടുത്ത് മറവ് ചെയ്തിരുന്നത് ഹാലലിയ ഇതൊക്കെ നാം ഓർക്കുമ്പോൾ ലോകത്ത് നടുങ്ങുവാനുള്ള ഒരു ആമേൻ സന്ദർഭമാണ് ഹാലലിയ ലോകത്ത് കടന്നു വന്നത് നാം അനുഭവിച്ചതും ഹാലലിയ സ്തോത്രം ഇനിയും ഹാലലിയ പല മഹാമാരികളും ലോകത്ത് കടന്നു വരുമെന്ന് ആമേൻ പുതിയ മഹാമാരികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഹാലലിയ സ്തോത്രം കർത്താവേ ആമേൻ നാം ഓരോരുത്തരെയും ഹാലലിയ സ്തോത്രം ഇരമ്യ പ്രവാചകൻ തന്നെ പ്രവചിച്ചു പറയുന്നു ഹാലലിയ ഇരമ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഹാലലിയ ഇവർ ആമേൻ സ്തോത്രം അവിടെ കുഞ്ഞുകുട്ടികളും ആമേൻ മുതിർന്നവരും വയസ്സായവരും ഒക്കെയും മരിക്കുന്നുണ്ട് ഹാലലിയ അവരെ ആമേൻ വിലാപിക്കുവാനോ കരയുവാനോ അടക്കം ചെയ്യുവാനോ ആരും ഉണ്ടാകുകയില്ല വിലാപ വീട്ടിൽ ചെല്ലരുത് ഹാലലിയ സ്തോത്രം 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 യേശുവേ സ്തോത്രം ആമേൻ സ്തോത്രം ഹാലലിയ ആമേൻ സ്തോത്രം 5-ാം ഭാഗം അവർ കൊടിയ വ്യാധികളാൽ മരിക്കും ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും വാളാലും ക്ഷാമത്താലും അവർ ആമേൻ മുടിഞ്ഞു പോകും അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും ആമേൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ ദുഃഖഭവനത്തിൽ ചെല്ലരുത് വിലാപിപ്പാൻ പോകരുത് അവരോട് സഹതാപം കാണിക്കുകയും അരുത് ആമേൻ ഞാൻ എൻ്റെ സമാധാനവും ദയയും കരുണയും
അത്ഭുതം ചെയ്തിരിക്കുന്നു എന്ന് ആമേൻ കർത്താവായ ആമേൻ ദൈവം ഹല്ലേലൂയ യിരെമ്യാവിന് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്നു സകലതും സൃഷ്ടിക്കപ്പെടുന്നു. ദൈവം സകലതും ഉളവാക്കുന്നു, മനുഷ്യനെ ഉണ്ടാക്കുന്നു. എന്നാൽ വെളിപ്പാടിൽ അത് സകലതും അവസാനിക്കുന്നു. ഹല്ലേലൂയ അവസാനിക്കുന്നു. ഭൂമിയിൽ ആമേൻ ഭൂതലത്തും അവിടെ ക്ഷാമവും ഭൂകമ്പവും ഹല്ലേലൂയ ആമേൻ നെടുനീളത്തേക്കുള്ള കഷ്ടം സകലതും കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ സ്വിച്ചും പുറത്തും ആമേൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യൻ ആമേൻ രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ തിരുവചനം പറയുന്നു. ആമേൻ മത്തായി 24 തന്നെ പറയുന്നു. കൊടിയ വ്യാധികളൊക്കെയും വരും, ക്ഷാമവും ഭൂകമ്പവും ഒക്കെയും അവിടെ വരും. എന്നാൽ കള്ളപ്രവാചകന്മാർ ക്രിസ്തു, ഞാൻ തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരെ തെറ്റിക്കുവാൻ കടന്നു വരും. ഇത് ആമേൻ ഇതിൽ ചാഞ്ചാടാതെ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ ആമേൻ സ്വർഗരാജ്യത്തിൽ അവകാശിയായി തീരും. ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനെടുക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ നിന്ന് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ 666 മുദ്രയില്ലാത്ത ഏവനും ആമേൻ വിൽക്കുവാനോ ആമേൻ വാങ്ങുവാനോ കഴിയാത്ത വിധം ഇത് കർത്താവിൻ്റെ വചനം. ആമേൻ വെറും ആമേൻ സ്തോത്രം കളിവാക്കല്ല. ഈ സത്യവേദ പുസ്തകം ഹല്ലേലൂയ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ നമ്മെ ആമേൻ ഉണർത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഉണർന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുക. ഹല്ലേലൂയ 666 മുദ്ര. ഹല്ലേലൂയ മൃഗത്തിൻ്റെ മുദ്ര, ആമേൻ പിശാചിൻ്റെ മുദ്ര ആമേൻ പതിപ്പിച്ച് ആമേൻ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ പതിപ്പിക്കുവാൻ ഹല്ലേലൂയ ലോകത്തെ ആധാരം ആമേൻ പലതും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിൽ പറ്റിച്ചേർന്ന് ജീവിക്കുക. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ സ്തോത്രം. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ സ്തോത്രം. ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാനുള്ള കൃപ. ആമേൻ നാം മരിച്ചാലും ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിച്ചു വീണാലും ആത്മാവിനെ എത്തിച്ചേരും. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിനായി. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ മൃഗത്തിൻ്റെ സംഖ്യ 666 അത് ആ ലോകത്തിൽ കടന്നു വരുന്നു. ഹല്ലേലൂയ സകല മനുഷ്യരിലും കടന്നു വരുന്നു. ആമേൻ അടിച്ചുമുടക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരുന്നു. ഹല്ലേലൂയ ആമേൻ നാം ആമേൻ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആമേൻ പ്രാർത്ഥനയിൽ ആമേൻ ഇട്ടിരിക്കുക. ഹല്ലേലൂയ ആമേൻ ക്രിസ്തു കടന്നു വരുന്നു. ഹല്ലേലൂയ ഇതൊക്കെയും വ്യാധിയാൽ ഇതിൻ്റെ പുറകെ ഹല്ലേലൂയ ദൈവവും ആമേൻ യേശുവും കടന്നു വരും. ആമേൻ അന്ത്യകാലത്ത് ആമേൻ ഈ അവസാന ഘട്ടത്തിൽ ദൈവവും ആമേൻ യേശുവും ആമേൻ കടന്നു വരുന്നു. ലോകം അവസാനിപ്പം ഹല്ലേലൂയ സ്തോത്രം. കളകളെ കൂട്ടിച്ചേർത്ത് ആമേൻ നല്ലതിനെ ഹല്ലേലൂയ കൊയ്ത് നല്ലതിനെ പാറ്റിയെടുത്ത് ഹല്ലേലൂയ കളകളെ ആമേൻ തീയിലിട്ട് ചുട്ട് കളയുവാനുള്ള ഒരു നാഴികയിൽ കടന്നു വരുന്ന ലോകത്ത് ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ ഉണർവോട് ദൈവത്തിൽ ആമേൻ ആയിരിക്കുവാൻ ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ നമ്മൾ സംസാരിക്കും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. സമയം ദൈവവചനം കേൾക്കുവാൻ ഹല്ലേലൂയ ഓരോരുത്തരും